ഫ്രണ്ട്സ്, അലൻ ജോസ് പെരേരയെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മുടെ രേണു സുധിയുടെ 2-3 ആൽബമൊക്കെ ചെയ്ത ആളാണ് അലൻ ജോസ് പെരേര. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ രേണു സുധിയുടെ ഒരു വോയിസ് കൊണ്ട് നടക്കുകയാണ്. രേണു സുധിക്ക് എതിരെയായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്നല്ലേ ഞാൻ കൂടെ വെക്കാം. അതിനു മുന്നേ അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പറയാം. ഇനി രേണു സുധി എന്ത് വോയിസാണ് അദ്ദേഹത്തിന് കൊടുത്തത് അതും നമുക്ക് കേൾപ്പിക്കാം. ഓക്കെ, അതിനു മുന്നേ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്, പെരേര പറയുന്നത് ഫേമസ് ആകാൻ വേണ്ടിയാണ് രേണു സുധി എൻ്റെ കൂടെ കൂടിയത്. ഇങ്ങനെ കുറേ പേര് കൂടാറുണ്ട് എന്നാണ് പറയുന്നത്. ചേച്ചിക്ക് ബിഗ് ബോസിൽ കയറിയപ്പോൾ ഭയങ്കര അഹങ്കാരമായില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേണു സുധി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, മറുപടി തന്നതിന് സന്തോഷമുണ്ട് കേട്ടോ. ബിഗ് ബോസിൻ്റെ വിന്നറൊന്നും അല്ലല്ലോ നിങ്ങൾ അല്ലേ, വെറുതെ ഒരു മത്സരാർത്ഥിയല്ലേ, അപ്പോൾ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലൻ ജോസ് പെരേര തുടങ്ങുന്നത്. എന്താണ് ആ വോയിസ് നമുക്ക് നോക്കാം. ബിഗ് ബോസില് ഉള്ളതില് ചേച്ചി എന്തായാലും മെസ്സേജ് തന്നല്ലോ, നന്ദി. വലിയ ആളായിട്ട് നമ്മളെ മറന്നില്ലല്ലോ, സന്തോഷം. അപ്പൊ വേണ്ട ചേച്ചി, പൊതുമങ്ങൾക്ക് അവസരം കൊടുത്തോളാം. ഓക്കെ, ചേച്ചിക്ക് എന്നെക്കാളും പ്രായം കൂടുതലുണ്ട് എന്നും പറഞ്ഞ് നമ്മള് ആ പ്രായത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല. പക്ഷെ ചേച്ചി ബിഗ് ബോസിൽ കയറിപ്പോയപ്പോ അഹങ്കാരമായല്ലേ, കൊള്ളാം. കാരണം അനിമോള് ആണ്, അനീഷാണ് 2 റണ്ണറപ്പ്, പിന്നെ ബാക്കി 5 പേരുടെ ലിസ്റ്റിൽ പോലും ചേച്ചിയില്ല. മനസ്സിലായ? ഈ ബിഗ് ബോസിൽ പോയി എന്ന് പറയുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് മാത്രമാണ് ചേച്ചി. മനസ്സിലായ? അവിടെ വിന്നറോ ഒന്നും ആയിട്ടില്ല, ഇടയ്ക്ക് വെച്ച് ക്വിറ്റായി പോയി. മനസ്സിലായ? അപ്പോ പേയ്മെന്റ് മേടിക്കുന്നതില് കേട്ടല്ലോ എല്ലാവരും, പെരേരയുടെ കരച്ചിലെല്ലാവരും കേട്ടല്ലോ. അതെന്താണ് കാരണം? നമ്മുടെ രേണു സുധി ബിഗ് ബോസിൽ പോയപ്പോൾ ഫെയിം ആയപ്പോൾ കുറച്ചുകൂടി പേയ്മെൻറ്റ് കൂടുതൽ ചോദിക്കും, സ്വാഭാവികം അല്ലേ? പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇവർക്ക് എല്ലാവർക്കും ഓസിക്ക് ജോലി എടുത്ത് കൊടുക്കാനാണോ? ആ പേയ്മെൻറ്റ് കൂടുതൽ ചോദിച്ചതിനുള്ള ദേഷ്യമാണ്. ഞാൻ ഇനി 30-നും 20-നും താഴെയുള്ള പെൺകുട്ടികളെ മാത്രം എടുത്തോളാം, ചേച്ചിക്ക് നല്ല പ്രായമുണ്ട്, ഇപ്പോൾ ചേച്ചിക്ക് പ്രായമായിട്ടോ, ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടാതെയായിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി എന്ത് വോയിസാണ് ഈ പെരേരയ്ക്ക് ഇട്ടുകൊടുത്തത് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്റെ പൊന്നു മോനെ, ഒരു ദിവസം ബിഗ് ബോസിനകത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ 5 പേരുടെ ലിസ്റ്റിൽ രേണുസുതി ഇല്ലാത്ത എന്നാന്ന് മനസ്സിലായോ? രേണുസുതി ഇതുവരെയായിട്ട് എവിക്റ്റ് ആയിട്ടില്ല. ഇപ്പൊ മനസ്സിലായോ? രേണുസുതിക്ക് ബിഗ് ബോസ് വേണ്ട എന്ന് പറഞ്ഞ് തന്ന ഒരു സെലിബ്രേറ്റിയാണ് രേണുസുതി വന്നതാ, ഇറങ്ങി വന്നതാണ്. അത് അറിയില്ലായിരുന്ന മോന്? ബിഗ് ബോസിനെ പറ്റി അറിയില്ലല്ലേ? ഞാൻ പോയെങ്കിലും ഉണ്ട്. അതെ, തലകുത്തി പറഞ്ഞു 5 ആഴ്ച ഞാൻ നിന്നെങ്കിൽ 5 ആഴ്ചയിലും എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് അനീഷിന്റെ അനുവിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മനസ്സിലായോ? നീ പറഞ്ഞതിന്റെ വോയിസിന്റെ ബാക്കിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി മേലെ എന്റെ അകത്ത് ഏച്ചിക്ക് അത് കൂടുതൽ വോട്ടുള്ളത്, പിന്നെ ഏച്ചി പോരാന്ന് വിളിക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് അപ്പം നീ അത് വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് അളക്കാൻ വരണ്ട, എനിക്ക് മെസ്സേജ് വായിക്കണ്ട. ഇനി ആഗ്രഹം എന്നെ ഇനി ഒരു പരിപാടിക്ക് നീ വിളിച്ചേക്കില്ല. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക്. നീ നിന്റെ കാര്യം നോക്കാം, ഞങ്ങളുടെ കാര്യം നോക്കാം. ഓക്കെ, ബൈ. കേട്ടല്ലോ, ഇതാണ് നമ്മുടെ രേണു സുധി പറഞ്ഞ വോയിസ്. ഇതിലെന്താണ് തെറ്റുള്ളത്? ഇയാൾ പറയുന്നത് അവിടെ ചെന്ന് 5 പേരൊന്നും ചേച്ചി ആയില്ലല്ലോ, ബിഗ് ബോസ് ഫൈനലിസ്റ്റ് ആയില്ലല്ലോ, എന്നിട്ടാണ് ചേച്ചി ഇത്ര പേയ്മെൻറ്റ് കൂടുതൽ മേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഈ 5 പേരെക്കാളും കൂടുതൽ വോട്ടോട് കൂടിയിട്ടാണ് രേണുസുതി അവിടെ നിന്ന് ഇറങ്ങിയത്. അത് ഇയാൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ഞാൻ ക്വിറ്റ് ചെയ്തതാണ് എന്ന് രേണുസുതി പറയുന്നുണ്ട്. 5 പേരെക്കാളും കൂടുതൽ വോട്ട് എനിക്ക് ആയിരുന്നു. അവിടെ അനീഷും അനുമോളേക്കാളും കൂടുതൽ അതായത് പോപ്പുലർ ആയിരുന്നത് ആരായിരുന്നു? രേണുസുതി ആയിരുന്നു. ആ സമയത്താണ്, ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന സമയത്താണ് രേണുസുതി പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്രയും വാല്യൂ ഉള്ള രേണുസുധീനെ ഈ പണ്ടത്തെ പോലെ തന്നെ 1000 രൂപ, 2000 രൂപ, 3000 രൂപയ്ക്കാണ് ഓരോന്നിനും പെരേര വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3000 രൂപയ്ക്കൊന്നും ഇപ്പോൾ രേണുസുധിക്ക് പോകാൻ വേണ്ടി യാതൊരു ഇതുമില്ല. കാരണം എന്താണ്? രേണുസുധിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. രേണുസുധി ഇപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇത്രയും പിച്ചയ്ക്ക് പോയി പണിയെടുക്കേണ്ട ആവശ്യകതയില്ല. കാര്യം 1000, 2000 ഒന്നും പിച്ചക്കാശ് എന്നല്ല കേട്ടോ. പക്ഷെ രേണുസുധിക്ക് ഇപ്പോൾ അത്യാവശ്യം പൈസ സമ്പാദിക്കാൻ പറ്റിയ ഫെയിമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് രേണുസുധിക്ക് ചെയ്തുകൂടെ? അത് ഇയാൾ പണ്ട് വിളിച്ചിരുന്ന അതേ ലെവലിൽ തന്നെ പോകണം. ഇയാൾക്ക് ഇയാളുടെ കാര്യം ഹിറ്റാവണം. ആ ഹിറ്റാവണമെങ്കിൽ രേണുസുധി ഉപയോഗിക്കണം, വേണമല്ലോ. അപ്പോൾ രേണുസുധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രേണുസുധിക്കും കൂടി നേട്ടം വേണ്ടേ?
രേണുസുതി ഇപ്പോൾ ബഹറിലും എല്ലായിടത്തും പോയി വളരെയധികം പോപ്പുലറാണ്. ഇപ്പോൾ സ്വയമായി നേടിയെടുത്ത പോപ്പുലാരിറ്റിയാണ്. ഒരാളെ കുറ്റം പറയാതെ, നുണ പറയാതെ, ഒരാളെ ചവിട്ടി താഴ്ത്താതെ രേണുസുതി സ്വന്തമായി നേടിയെടുത്തതാണ്. രേണു സ്വന്തം താല്പര്യത്തിന് കിട്ടാതെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ആ രേണുസുതിയുടെ വോയിസ് എടുത്തുകൊണ്ട് മാനം കെടുത്താൻ നടക്കുന്നു. ഇതിലിപ്പോൾ ആരാണ് മാനം കെടുന്നത്? അയാൾ തന്നെ, പെരേര തന്നെയാണ് അല്ലേ? അയാൾക്ക് ഫേമസ് ആകണം രേണുസുതിയെ വെച്ചിട്ട്. ഫേമസ് ആകണമെങ്കിൽ രേണുസുതിക്ക് അതിൻ്റെതായ പേയ്മെൻറ്റ് കൊടുക്കണം. അതുകൊണ്ട് രേണുസുതി അത് റിജക്റ്റ് ചെയ്തു. പേയ്മെൻറ്റ് എനിക്ക് കൂട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. അത് ശരിക്കും കാര്യമുള്ള കാര്യം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ. അതിനിടയിൽ നമ്മുടെ പെരേരയുടെ ഒരു മോങ്ങൽ കേട്ടോ. എനിക്ക് ആകെ 24 ഇയേഴ്സ് പ്രായമായിട്ടുള്ളൂ, ചേച്ചിക്ക് 30 മേധയുണ്ടല്ലോ, ചേച്ചിയെക്കാളും ചെറിയ പെൺകുട്ടികളെ ഞാൻ പുതുമുഖത്തെ വെച്ച് അഭിനയിപ്പിക്കും, പുതുമുഖങ്ങൾക്ക് ഞാൻ ചാൻസ് കൊടുക്കട്ടെ, എല്ലാവരും ഫെയിമിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ അഭിനയിക്കുമ്പോൾ ആലോചിച്ചില്ലേ ചേച്ചിക്ക് പ്രായമുണ്ടെന്ന്? എന്നിട്ട് ചേച്ചിക്ക് പ്രായമുണ്ടെന്ന് അന്ന് നിർത്തായിരുന്നില്ലേ? എന്തിനാണ് ചേച്ചിനെ ഫേമസ് ആക്കാൻ പോയത്? അപ്പോൾ ഓരോരുത്തരുടെ വാല്യൂവിനനുസരിച്ചിട്ട് അവരടുത്ത് പെരുമാറണം. അവർ വാല്യൂ വെറുതെ ഉണ്ടാക്കിയെടുത്തതല്ല. പിറ്റേ ദിവസം രാവിലെ ഒരു സുപ്രഭാതത്തിൽ സമൂഹം എടുത്തു കൊടുത്തതല്ല അവരെ വാല്യൂ. അവർ കണഞ്ഞ് പരിശ്രമിച്ച് കിട്ടിയ വാല്യൂ ആണ്. അതിനൊരു മൂല്യം കൊടുക്കണം. പിന്നെ ഈ പെരേര വെറുതെ ഓസിക്ക് വിളിക്കുന്നൊന്നുമല്ലല്ലോ. ഈ പെരേരയ്ക്ക് എന്തിനാണ് വിളിക്കുന്നത്? വല്ല ആൽബത്തിൽ അഭിനയിക്കാനോ അയാൾ എന്തെങ്കിലും കാര്യത്തിന് അഭിനയിക്കാനോ വിളിക്കുന്നത്. അപ്പോൾ അയാൾക്കൊരു നേട്ടമില്ലേ? അതിൻ്റെ കുറച്ച് ഭാഗം രേണുസുതിക്കും കൊടുക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.